വാട്ടർമെലൺ ബാഗ് കൊണ്ട് കഴിഞ്ഞ 3 ദിവസങ്ങളായി കനി കുസൃതി ഇവിടെ ആഘോഷിക്കപ്പെടുന്നു. ആ ബാഗ് മാത്രം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു. എന്നാൽ കനി കാൻ ഫെസ്റ്റിവലിൽ എങ്ങനെ എത്തി എന്നത് മലയാളികൾ ആരും ചർച്ച ചെയ്യുന്നേയില്ല. അതിന് കാരണമായ ചിത്രം, സംവിധായക, ഇതിനെപ്പറ്റി ഒന്നും ആരും സംസാരിക്കുന്നേയില്ല. മലയാളി പ്രബുദ്ധർ ആകെ കണ്ടത് ആ തണ്ണിമത്തൻ ബാഗ് മാത്രം. 30 വർഷങ്ങൾക്ക് ശേഷം കാൻ ചലച്ചിത്രമേളയിലെ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ഇന്ത്യൻ സിനിമയാണ് ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ്. മലയാളികളായ കനി കുസൃതിയും ദിവ്യപ്രഭയും അസീസ് നെടുമങ്ങാടും ഒക്കെ അഭിനയിച്ച ചിത്രം 1994 ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത സ്വമാണ് ഇതിനു മുൻപേ ഇന്ത്യയിൽ നിന്ന് കാൻ ഫെസ്റ്റിവൽ മത്സര വിഭാഗത്തിൽ യോഗ്യത നേടിയ ചിത്രം. അതായത് മലയാളിയായ ഷാജി എൻ കരുണിന് ശേഷം മത്സര വിഭാഗത്തിലെ ഒരു ചിത്രത്തിന്റെ ഭാഗമായി കാനിൽ തിളക്കത്തോടെ നിൽക്കുന്ന 2 മലയാളി പെൺകുട്ടികൾ, കനിയും ദിവ്യപ്രഭയും. ഗ്രാൻഡ് ലൂമിയർ തിയേറ്ററിലായിരുന്നു ഓൾ വി ഇമാജിനസ് ലൈറ്റിന്റെ പ്രീമിയർ സംഘടിപ്പിച്ചത്. സിനിമ പൂർത്തിയായ ശേഷം കാണികൾ 8 മിനിറ്റോളമാണ് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചത്. സ്റ്റാൻഡിംഗ് ഒവേഷൻ. നിറ കണ്ണുകളോടെയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഈ അംഗീകാരത്തെ നെഞ്ചിലേറ്റിയത്. അതൊന്നും ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടില്ല. എന്നാൽ കൃത്യമായി ആ തണ്ണീർമത്തൻ ബാഗ് ചർച്ചയായി. കനി കുസൃതി എന്ന നടി ഇവിടെ പ്രത്യേകിച്ച് ഇസ്ലാമിക് ഇടങ്ങളിൽ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അവരുടെ അഭിനയത്തിന് സ്റ്റേറ്റ് അവാർഡ് നേടിയപ്പോൾ ഇതേപോലെ അവർ വാഴ്ത്തപ്പെട്ടോ? ഇല്ല. കാരണം അവരഭിനയിച്ച സിനിമയുടെ പേര് ബിരിയാണി എന്നായിരുന്നു. എന്താണ് ബിരിയാണി സിനിമ? ആ സിനിമയുടെ വേവിലും പൊന്തുന്ന ആവിയിലും ഉയരുന്ന ഗന്ധത്തിലും ഒക്കെ ഉള്ളത് മതത്തിന്റെ ചുവരിനുള്ളിൽ വെന്ത് നീറുന്ന സ്ത്രീ ജീവിതമായിരുന്നു. നമുക്ക് ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളെ കലയുടെ അടുപ്പിലിട്ട് പാകപ്പെടുത്തിയതാണ് സജിൻ ബാബുവിന്റെ ബിരിയാണി. സംസ്ഥാന അവാർഡും നിരവധി പുരസ്കാരങ്ങളും നേടിയ ചിത്രം. ഒരു സംവിധായകന്റെ ഏറ്റവും ധീരമായ ചുവടുവയ്പ്. എന്നിട്ടും സജിൻ ബാബുവിനെ കുറിച്ചും ബിരിയാണിയെ കുറിച്ചും എത്ര ബുദ്ധിജീവികൾ എഴുതി? ആരുമില്ല. ജിയോ ബേബിയുടെ അടുക്കള സിങ്കിൽ ആർത്തിരമ്പിയ എഴുത്തീച്ചകളൊന്നും ബിരിയാണി ചെമ്പിലേക്ക് എത്തി നോക്കിയില്ല. കാരണം ഈ സിനിമയിലെ നായികയുടെ പേര് ഖദീജ എന്നായിരുന്നു. അവരുടെ ഭർത്താവ് അടിയുറച്ച ഇസ്ലാം മത വിശ്വാസിയായിരുന്നു. സിനിമയിൽ ഖദീജയുടെ സഹോദരൻ ഐസിസിൽ ആകർഷനായി സിറിയയിൽ പോയി മരണപ്പെട്ട സൈനുവാണ്. കഥ നടക്കുന്നത് ഒരു നോമ്പ് കാലത്താണ്. നായിക അടിവയറിൽ ചവിട്ടി പോലീസുകാർ അലസിപ്പിച്ച തന്റെ ഗർഭസ്ഥ ശിശുവിനെ ബിരിയാണി ചെമ്പിലിട്ട് വേവിച്ച് ഇഫ്താർ ഒരുക്കുന്നുണ്ട്. ബിരിയാണി കാണിച്ചു തരുന്ന കാഴ്ചകൾ അസുഖകരമാണ്, അങ്ങേയറ്റം പ്രകോപനപരമാണ്, ഒപ്പം ആഴത്തിൽ മുറിപ്പെടുത്തുന്നതുമാണ്. ഒരു ഘട്ടത്തിൽ അത് വന്യവും ക്രൂരവുമായി മാറുന്നുമുണ്ട്. ബിരിയാണിയുടെ ചേരുവകളിൽ എല്ലാം ഉണ്ട്. സ്ത്രീയുണ്ട്, സ്ത്രീ വിരുദ്ധതകളുണ്ട്, മതമുണ്ട്, അധികാരമുണ്ട്, സമൂഹമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വർത്തമാന കാലത്തിന്റെ തിളയ്ക്കുന്ന പ്രശ്നങ്ങളെല്ലാം ബിരിയാണിയിലുണ്ടായിരുന്നു. സമൂഹത്തിലെ വിലക്കുകളെ, മതപരമായതും പുരുഷാധിപത്യ സ്വഭാവമുള്ളതുമായ എല്ലാത്തിനെയും തകർത്തു മുന്നേറാനുള്ള സ്ത്രീ സത്വത്തിന്റെ തീവ്രമായ ഖദീജയിൽ കണ്ടിട്ടും അതിനെ 100% അനുഭവവേദ്യമായി കനി എന്ന നടി പകർന്നാടിയിട്ടും കിട്ടാതെ പോയ അഭിനന്ദനമൊക്കെയും ആ തണ്ണീർമത്തൻ ബാഗ് പിടിച്ച കനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ. നല്ല കാര്യം. കാൻ ഫെസ്റ്റിവൽ ഒരു ഫാഷൻ ഫെസ്റ്റിവൽ കൂടിയാണ്. എന്തും ഏതും അവിടെ ഫാഷനാണ്. ആളുകൾ ഈ ആഘോഷിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഊഹിക്കുന്നത് പോലെ കയ്യിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആ ബാഗ് പാലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമാണെന്ന് കനി എവിടെയെങ്കിലും പറഞ്ഞതായി നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? വാട്ടർമെലൺ കാലങ്ങൾക്ക് മുന്നേ അതിന്റെ ആകർഷണ ഭംഗി കൊണ്ടും രുചി കൊണ്ടും മണം കൊണ്ടും ഫാഷൻ ഇടങ്ങളിൽ ഫേമസ് ആണ്. വാട്ടർമെലൺ ഫ്ലേവർ മേക്കപ്പ് മുതൽ ഡ്രസ്സുകളും ആക്സസറീസും ഒക്കെ വിപണിയിൽ ധാരാളം ഉണ്ട്. എല്ലാം പാലസ്തീൻ ഐക്യദാർഢ്യം ഒന്നും അല്ല കേട്ടോ. പലർക്കും ഇതിനെപ്പറ്റി അറിവേ ഇല്ല. വാട്ടർമെലനായിട്ട് തന്നെയും ഇരിക്കാമല്ലോ അല്ലെ? ഇനി കനി എങ്ങാനും വന്ന് ഇതല്ല, കാണാൻ ഭംഗിയുള്ള ഒരു ഫാഷൻ ബാഗ് മാത്രമാണ് എന്നെങ്ങാനും പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ പുകില്? ഈ ആഘോഷിക്കുന്നവര് ബിരിയാണിയുടെ ബാക്കി തെറിയും കൊണ്ടാവില്ലേ പിന്നെ രംഗത്ത് വരിക? ഇത്രയുള്ളൂ കേരളത്തിന്റെ വൺ സൈഡ് മതേതരത്വം. കാൻ ഫെസ്റ്റിവലിൽ തണ്ണീർമത്തൻ ബാഗ് പിടിച്ച കനിയിൽ കാണുന്ന നിലപാട് അതേ അളവിൽ തന്നെ ബിരിയാണി എന്ന സിനിമയിൽ ഖദീജയായി അഭിനയിക്കാൻ ആ നടി കാണിച്ചിട്ടുണ്ട്. കൈയടിക്കുമ്പോൾ രണ്ടിനും കൂടി ചേർത്തടിക്കണമല്ലോ. എന്റെ കൈയടി കാൻ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച ഒരു മത്സര ചിത്രത്തിന്റെ ഭാഗമായി റെഡ് കാർപ്പറ്റിൽ തല ഉയർത്തി നിൽക്കുവാൻ നമ്മുടെ മലയാളി പെൺകുട്ടികൾക്ക് കഴിഞ്ഞല്ലോ എന്നതിലാണ് നിങ്ങളുടെ കൈയടി എന്തുകൊണ്ടാണ്?